My dear friends, how are you? Welcome to the second part of the story, The Old Man with Enormous Wings by Gabriel Garcia Marquez. Gabriel Garcia Marquezന്റെ The Old Man with Enormous Wings എന്ന കഥയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. In the first part we saw how a strange winged old man, believed by many to be an angel, appeared in Pelayo and Elisenda's courtyard. കഥയുടെ ആദ്യ ഭാഗത്തിൽ പെലായോയുടെ വീടിന്റെ പരിസരത്ത് ഒരു വിചിത്രമായ ചിറകുള്ള ഒരു വയോധികൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പെലായോയും എലിസന്റയും അദ്ദേഹത്തെ ഒരു ദൈവിക ശക്തിയുള്ള ഏഞ്ചൽ എന്ന നിലയിൽ കണ്ട് ആദ്യം അമ്പരന്നു. ആളുകൾ ആ ദൈവദൂതനെ കാണാൻ തടിച്ചുകൂടുന്നത് കണ്ടപ്പോൾ അവർ അതുവഴി പണം സമ്പാദിക്കാൻ അദ്ദേഹത്തെ പ്രദർശന വസ്തുവാക്കുകയും ചെയ്തു. Now we continue the story where the angel, instead of being treated with reverence, is seen as a mere object of entertainment, almost like a circus animal. ഇനി നമുക്ക് കഥയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. The news of the captive angel spread with great rapidity. തടങ്കലിൽ വെക്കപ്പെട്ടിട്ടുള്ള ആ ദൈവദൂതനെ കുറിച്ചുള്ള വാർത്ത അതിവേഗത്തിൽ പടർന്നു. After a few hours, the courtyard had the bustle of a market. കുറച്ചു മണിക്കൂറുകൾക്കകം തന്നെ പെലായോയുടെ വീട്ടുമുറ്റം ആളുകളുടെ തിക്കും തിരക്കും കൊണ്ട് വലിയ വിപണി നടക്കുന്ന ഒരു ചന്ത പോലെയായി മാറി. The couple had to call in troops to disperse the mob. Disperse എന്നാൽ പിരിച്ചുവിടുക. വളരെ വലിയ ജനക്കൂട്ടത്തെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നതിനു വേണ്ടി അവർക്ക് സൈനികരുടെ സഹായം തേടേണ്ടി വന്നു. They got the ideas of fencing in the yard and charging 5 cents for admission to see the angel. അവർ അവരുടെ പറമ്പിന് ചുറ്റും വേലി കെട്ടാനും അതുപോലെ തന്നെ ദൈവദൂതനെ കാണാൻ വരുന്ന ആളുകളിൽ നിന്ന് 5 സെന്റ് വീതം വാങ്ങുവാനും തീരുമാനിച്ചു. സെന്റ് എന്നതൊരു മോണിറ്ററി സിസ്റ്റമാണ്. സെന്റ് ഈസ് എ യൂണിറ്റ് ഓഫ് മണി യൂസ്ഡ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് സം അതർ കൺട്രീസ്. 100 സെന്റ് ഒരു ഡോളറിന് തുല്യമാണ്. ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. ദൈവദൂതനെ കാണാനുള്ള അതിയായ ആകാംക്ഷയും ആഗ്രഹവും ഒക്കെ കൊണ്ട് വളരെ ദൂരെ നിന്ന് പോലും ആളുകൾ അവിടേക്ക് എത്തി. The most unfortunate invalids on earth came in search of health. പലവിധ രോഗങ്ങൾ കൊണ്ട് നരകയാതന അനുഭവിക്കുന്ന ഒട്ടേറെ രോഗികൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായി പല പല ഭാഗങ്ങളിൽ നിന്നും അവിടേക്ക് എത്തി. Pelayo and Elisenda were happy with fatigue. ഹാപ്പി എന്നാൽ സന്തോഷം, ഫാറ്റീഗ് എന്നാൽ ക്ഷീണം എന്നാണ് അർത്ഥം. ദൈവദൂതനെ കാണുവാൻ ലോകമെമ്പാടു നിന്നും വന്ന ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ പെലായോയ്ക്കും ഭാര്യ എലിസെന്റയ്ക്കും ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നെങ്കിലും അവർ സന്തുഷ്ടരായി കാണപ്പെട്ടു. Less than a week they had crammed their rooms with money. അവരുടെ സന്തോഷത്തിനുള്ള കാരണം ഇതാണ്. ദൈവദൂതനെ കാണുവാൻ വന്നവരിൽ നിന്നും ശേഖരിച്ച പണം കൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടെ മുറികൾ നിറഞ്ഞു. Still the line of pilgrims waiting their turn to enter reached beyond the horizon. അപ്പോഴും ദൈവദൂതനെ കാണുവാൻ വേണ്ടി തങ്ങളുടെ ഊഴം കാത്തുനിന്നിരുന്ന തീർത്ഥാടകരുടെ നീണ്ടുകിടന്നിരുന്ന വളരെ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു. The angel was the only one who took no part in his own act. ഈ കാര്യങ്ങളിലൊന്നും ഒരു ഇടപെടലും നടത്താതെ ഇരുന്നിരുന്ന ഒരേ ഒരു വ്യക്തി ആ ദൈവദൂതൻ മാത്രമായിരുന്നു. He spent his time trying to get comfortable in his borrowed nest. ആ ദൈവദൂതൻ തന്റേതല്ലാത്ത ആ ആവാസ സ്ഥലത്തിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. At first they tried to make him eat some mothballs. ചുറ്റും കൂടി നിന്നിരുന്ന ആളുകൾ ആദ്യമായി അവനെ കൊണ്ട് മോത്ത്ബോളുകൾ കഴിപ്പിക്കാനായി ശ്രമിച്ചു. വസ്ത്രങ്ങളിൽ പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സുഗന്ധമുള്ള വൃത്താകൃതിയിലുള്ള ഗുളികകളെയാണ് മോത്ത്ബോൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. But he ate nothing but eggplant mush. പക്ഷേ അദ്ദേഹം ആകെ കഴിച്ചത് വഴുതിന കൊണ്ടുണ്ടാക്കിയ പൾപ്പ് രൂപത്തിലുള്ള, അതായത് കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണം മാത്രമാണ്. His only supernatural virtue seemed to be patience. അവനിൽ ആകെ ഉണ്ടായിരുന്ന അമാനുഷിക ശക്തി എന്ന് പറയുന്നത് അവന്റെ സഹനശക്തിയായിരുന്നു. He was quite patient when the hens pecked at him, searching for the parasites in his wings.
കോഴികൾ അവന്റെ ചിറകുകളുടെ ഇടയിൽ നിന്നും പുഴുക്കളെ കൊത്തിപ്പറക്കി തിന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവൻ വളരെ ക്ഷമയോടെ ഇരുന്നു. He was patient again when the cripples pulled out his feathers to touch their limbs with. വികലാംഗർ അവന്റെ ചിറകിലെ തൂവൽ പറിച്ചെടുത്ത് തങ്ങളുടെ ശരീരത്തിൽ വെച്ച് നോക്കുമ്പോഴൊക്കെ അവൻ ക്ഷമയോടെ തന്നെ ഇരുന്നു. He remained patient even when the most merciful threw stones at him. കൂട്ടത്തിലെ ഏറ്റവും ദയയുള്ളവർ ആയിട്ടുള്ളവർ പോലും അവന്റെ മേൽ കല്ലെറിയുമ്പോഴും അവൻ ക്ഷമയോടെ തന്നെ ഇരുന്നു. After all, they were only trying to get him to rise so that they could see him standing. ദൈവദൂതൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കാണുവാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ആ മനുഷ്യരൊക്കെ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. So happened that during those days there arrived in the town a traveling show. ആ സമയത്ത് പട്ടണത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു പരിപാടി എത്തുകയുണ്ടായി. The main attraction was a woman who had been changed into a spider by a burst of thunder and lightning. ആ പരിപാടിയുടെ മുഖ്യ ആകർഷണം ഇടിയും മിന്നലിലും പെട്ട് ഒരു ചിലന്തിയായി മാറിയ ഒരു സ്ത്രീയായിരുന്നു. The admission fee to see her was less than the fee to see the angel, so the people flocked to see her. അവളെ കാണുന്നതിനുള്ള പ്രവേശന ഫീസ് ആ ദൈവദൂതനെ കാണുന്നതിനേക്കാൾ കുറവായതിനാൽ ആളുകൾ അവളെ കാണാനായി ഓടിവന്നു. They were also permitted to ask her all manner of questions about her absurd state. അവളുടെ വിചിത്രാവസ്ഥയെക്കുറിച്ച് എല്ലാ തരം ചോദ്യങ്ങളും അവളോട് ചോദിക്കുവാൻ ആളുകൾക്ക് അനുവാദം ലഭിച്ചിരുന്നു. The owners of the house had no reason to lament. ചിലന്തിയായി തീർന്ന ആ സ്ത്രീയെ കാണാൻ കുറെ ആളുകൾ അങ്ങോട്ടേക്ക് പോയെങ്കിലും ആ വീടിന്റെ ഉടമകൾക്ക് ദുഃഖിക്കേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. With the money they saved, they built a 2-story mansion with balconies and gardens. ദൈവദൂതനെ കാണാൻ അവർ ആളുകളിൽ നിന്നും വാങ്ങിച്ച പ്രതിഫലത്തിലൂടെ ലഭിച്ച സമ്പാദ്യം കൊണ്ട് അവർ ബാൽക്കണിയോട് കൂടിയ ഒരു ഇരുനില വീട് നിർമ്മിച്ചു. അതുകൂടാതെ തോട്ടങ്ങളും ഉണ്ടാക്കി. It has had high netting so that crabs wouldn't get in during the winter and iron bars on the windows so that angels wouldn't get in. കൂടാതെ തണുപ്പുകാലത്ത് ഞണ്ടുകൾ കയറാതിരിക്കാനായി ഉയരത്തിൽ വലകളും വെച്ചു. സൂപ്പർ നാച്ചുറൽ ജീവികളായ ഏഞ്ചലുകൾ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ജനാലകളിൽ അവർ ഇരുമ്പു കമ്പികൾ സ്ഥാപിച്ചു. To prevent supernatural beings like angels from entering the house, they installed iron bars on the windows. Pelayo also set up a rabbit warren and gave up his job as a bailiff for goods. പെലായോ തടവുകാരെ നോക്കുന്ന തന്റെ ജോലി ഉപേക്ഷിച്ച് മുയലുകളെ വളർത്തുവാൻ തുടങ്ങി. എലിസൻഡ bought some satin pumps with high heels and many dresses of iridescent silk. എലിസൻഡ നല്ല ഹീൽസ് ഉള്ള സാറ്റിൻ ഷൂസുകളും പട്ടിൽ നിർമ്മിച്ച ഒരുപാട് വസ്ത്രങ്ങളും വാങ്ങി. The chicken coop was the only thing that didn't receive any attention. കോഴിക്കൂട് മാത്രമാണ് അവർ പൂർണ്ണമായും അവഗണിച്ചത്. The dung heap, stench from the coop, was turning the new house into an old one. ആ കോഴിക്കൂട്ടിലെ വിസർജ്യ കൂമ്പാരവും അതിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധവും കൊണ്ട് ആ വീടിന്റെ പുതുമ നഷ്ടപ്പെട്ട പോലെയായി. At first, when the child learned to walk, they were careful that he did not get too close to the coop. ആദ്യകാലത്ത് ആ കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ അവൻ കോഴിക്കൂടിന് സമീപം പോകാതിരിക്കാൻ അവർ ജാഗ്രത പാലിച്ചു. But then they began to lose their fears and got used to the smell. പക്ഷെ പിന്നീട് അവർക്ക് ആ ഭയം ഇല്ലാതെയായി. അതിന്റെ ദുർഗന്ധവും അവർക്ക് ശീലമായി. Before the child got his second teeth, he had gone inside the chicken coop to play as the wires were falling apart. കുഞ്ഞിന് രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുൻപ് തന്നെ അവൻ കോഴിക്കൂട്ടിൽ കയറി കളിക്കാൻ തുടങ്ങി. കാരണം കോഴിക്കൂടിന്റെ കമ്പികളൊക്കെ വീണു തുടങ്ങിയിരുന്നു. They both came down with the chicken pox at the same time. രണ്ടു പേർക്കും ഒരേ സമയം ചിക്കൻ പോക്സ് പിടിപെട്ടു. ആ കുഞ്ഞിനും ആ ദൈവദൂതനും ഒരേ സമയം ചിക്കൻ പോക്സ് പിടിപെട്ടു. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. കുഞ്ഞിനെ പരിചരിക്കാൻ എത്തിയ ഡോക്ടർക്ക് ആ ദൈവദൂതന്റെ ഹൃദയധ്വനി കേൾക്കാനുള്ള ആകാംക്ഷ തടയാനായില്ല. He found so much whistling in the heart and so many sounds in the kidneys.
ആ ഡോക്ടർക്ക് ദൈവദൂതന്റെ ഹൃദയത്തിൽ വിചിത്രമായ കൂവൽ പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൃക്കയിൽ നിന്നും പല ശബ്ദങ്ങളും കേൾക്കുവാൻ കഴിഞ്ഞു. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹൗവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. എന്നാൽ ആ ഡോക്ടറെ ഏറ്റവും അതിശയിപ്പിച്ചത് ആ ദൈവദൂതന്റെ ചിറകുകൾ തന്നെയായിരുന്നു. They seemed so natural on that completely human organism. ആ ദൈവദൂതന്റെ ശരീരത്തിലുള്ള ചിറകുകൾ വളരെ സ്വാഭാവികമായി തോന്നി. He couldn't understand why other people didn't have them too. മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഇത്തരം ചിറകുകൾ ഇല്ലാത്തത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. When the child began school, the sun and rain had caused the collapse of the chicken coop. When the child was old enough to go to school, the chicken coop where they kept the old man had broken down because of too much sun and rain. കുട്ടി സ്കൂളിൽ പോകാറായപ്പോഴേക്കും ചിക്കൻ കൂപ്പ് വെയിലും മഴയും കൊണ്ട് തകരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. The angel went dragging himself about here and there like a stray dying man. The old man moved slowly and weakly from one place to another like a sick homeless person. ായ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനാഥനെ പോലെ അങ്ങുമിങ്ങും ഇഴഞ്ഞു നടന്നു. He seemed to be in so many places at the same time. He looked like he was wandering all over the place, even though he was just moving around slowly. അവൻ ഒരേ സമയം പലയിടത്തും ഇരിക്കുന്നത് പോലെ തോന്നിപ്പിച്ചു. He could scarcely eat, and his eyes had also become so foggy that he went about bumping into posts. ഭക്ഷണം പോലും കഴിക്കാനാകാത്ത വിധത്തിൽ അദ്ദേഹം അത്രയ്ക്കും ദുർബലനായിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി തീരെ കുറവായിരുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുമ്പോൾ അവിടെയും ഇവിടെയും ചെന്നിടിക്കുമായിരുന്നു. Pelayo threw a blanket over him and let him sleep in the shed. പെലായോ അവനെ ഒരു കമ്പിളി കൊണ്ട് മൂടി ഷെഡിൽ കിടക്കാൻ അനുവദിച്ചു. Only then did they notice that he had a temperature at night. അപ്പോഴാണ് രാത്രിയിൽ അദ്ദേഹത്തിന് പനിയുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞത്. They became alarmed, for they thought he was going to die. ആ വൃദ്ധൻ മരിക്കുമോ എന്നവർ ഭയപ്പെട്ടു. And yet he not only survived his worst winter, but seemed improved with the first sunny days. Surprisingly, he lived through the difficult winter and even began to get better when the weather improved. വളരെ അവശനായിരുന്നുവെങ്കിൽ ആ വൃദ്ധൻ തന്റെ ഏറ്റവും ദുസ്സഹമായ ശീതകാലം അതിജീവിച്ചു എന്ന് മാത്രമല്ല, സൂര്യപ്രകാശം വരാൻ തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥിതി മെച്ചപ്പെടുവാൻ തുടങ്ങി. He remained motionless for several days in the farthest corner of the courtyard. അദ്ദേഹം കുറെ ദിവസം വീടിന്റെ പുറകുവശത്തെ കോണിൽ മിണ്ടാതെയും അനങ്ങാതെയും തുടർന്നു. At the beginning of December, some large stiff feathers began to grow on his wings. ഡിസംബറിന്റെ ആരംഭമായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ചിറകുകളിൽ ഉറപ്പും വലിപ്പവുമുള്ള തൂവലുകൾ വളരാൻ തുടങ്ങി. They looked like the feathers of a scarecrow. അവ പാടങ്ങളിലൊക്കെ കാണുന്ന നോക്കുകുത്തിയുടെ ചിറകുകൾ പോലെ തോന്നിപ്പിച്ചു. Scarecrow means a figure made to look like a human placed in the fields to frighten the birds away from crops. പാടത്ത് വിള നശിപ്പിക്കാൻ വരുന്ന കിളികളെയൊക്കെ ഭയപ്പെടുത്തുവാൻ വെക്കുന്ന മനുഷ്യരൂപത്തെയാണ് സ്കെയർ ക്രോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. ഒരു ദിവസം രാവിലെ എലിസെൻഡ ഉച്ചഭക്ഷണത്തിനായി ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുക്കളയിലേക്ക് ഒരു കാറ്റ് വന്നു. Then she went to the window and found the angel in his first attempt at flight. പതിവില്ലാത്ത രീതിയിൽ കാറ്റ് വന്നപ്പോൾ അവൾ ജനാലയുടെ അടുത്ത് ചെന്ന് എന്താണെന്നറിയാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ദൈവദൂതൻ ആദ്യമായി പറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. ചിറകുവിടർത്തി പറക്കാനുള്ള ശ്രമത്തിൽ ആ കൂട് തന്നെ തകരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. But then he did manage to gain altitude. കൂട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീട് അവന് ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞു. Elisenda let out a sigh of relief for herself and for him when she watched him pass over the last houses. ദൈവദൂതൻ തന്റെ ചിറകും വിരിച്ചുകൊണ്ട് അവസാനത്തെ വീടുകളും കടന്ന് പറന്നു പോകുന്നത് കണ്ടപ്പോൾ അവൾ ഒരു ദീർഘനിശ്വാസം വിട്ടു.
അദ്ദേഹം ഇപ്പോൾ അവളുടെ ജീവിതത്തിലെ ഒരു ബുദ്ധിമുട്ടല്ലാതായി മാറിയിരിക്കുന്നു. He was holding himself up in some way with the risky flapping of senile vulture. വയസ്സനായ ഒരു കഴുകൻ ചിറകടിച്ച് പറക്കുന്നത് പോലെ ആ ദൈവദൂതൻ തന്റെ ചിറകുകൾ ഉപയോഗിച്ച് പറന്നുകൊണ്ടേയിരുന്നു. She kept watching him even when she was through cutting the onions. അവൾ ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറക്കുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു. She kept on watching until it was no longer possible for her to see him. ദൈവദൂതൻ അവളുടെ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ അവൾ അവനെ നോക്കിക്കൊണ്ടേയിരുന്നു. He was no longer an annoyance in her life, but an imaginary dot on the horizon of the sea. ഇനി അദ്ദേഹം അവളുടെ ജീവിതത്തിലെ ഒരു ബുദ്ധിമുട്ടല്ലാതായി മാറിയിരിക്കുന്നു, മറിച്ച് കടലിന്റെ അറ്റത്ത് കാണുന്ന ഒരു ചെറിയ ബിന്ദുവായി മാറിയിരിക്കുന്നു. My dear friends, thus ends the story of the old man with enormous wings. From being treated as an object of curiosity and ridicule, the angel quietly endured all sufferings with great patience. കഥയിലെ ദൈവദൂതൻ ആദ്യം ഒരു അത്ഭുതം പോലെ തോന്നിപ്പിച്ചെങ്കിലും പിന്നീട് അവജ്ഞയ്ക്കും ഉപേക്ഷയ്ക്കുമൊടുവിൽ ഒറ്റപ്പെടുകയായിരുന്നു. In the end, he regains his strength and flies away unnoticed and uncelebrated, leaving behind a world that never truly understood him. അവരുടെ വീടിന്റെ ഒരു കോണിലൊതുങ്ങി ജീവിതം തുടരുകയായിരുന്ന ആ വൃദ്ധൻ ഒടുവിൽ ചിറകുകൾ വിടർത്തി പറന്നുപോയി, ആരുടെയും അഭിനന്ദനമില്ലാതെ. In the end, the angel flew away quietly without praise or recognition. No one truly understood who he was. ആരും അദ്ദേഹത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞില്ല. കഥയുടെ അവസാനത്തിൽ ആ ദൈവദൂതൻ വളരെ ശാന്തനായി ആരുടെയും പ്രശംസയോ തിരിച്ചറിയലോ ഒന്നും ഏറ്റുവാങ്ങാതെ ദൂരേക്ക് പറന്നു പോവുകയാണ് ഉണ്ടായത്. The story leaves us the powerful message. People often fail to recognize the true wonder when it doesn't appear in the way they expect. Instead of kindness, they show cruelty, and instead of understanding, they exploit what they don't understand. കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. പലപ്പോഴും അത്ഭുതം നമ്മുടെ ഇടയിൽ വന്നാലും അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലല്ലെങ്കിൽ നമ്മൾ അതിനെ പരിഗണിക്കാറില്ല. ദയയ്ക്ക് പകരം ക്രൂരതയും മനസ്സിലാക്കാനായില്ലെങ്കിൽ അതിന്റെ ഉപയോഗശേഷം ഉപേക്ഷിക്കലുമാണ് മനുഷ്യന്റെ സമീപനം. Now, let's get familiar with Gabriel Garcia Marquez, the author of the short story, An Old Man with Enormous Wings. Gabriel Garcia Marquez, also known as Gabo, was born on 6 March 1927 at Aracataca in Colombia. He was a Colombian novelist and one of the greatest writers of the 20th century. കൊളംബിയൻ നോവലിസ്റ്റും 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാരിൽ ഒരാളുമായ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് 1927 മാർച്ച് 6 കൊളംബിയയിലെ അഴക്കട്ടക്ക എന്ന സ്ഥലത്ത് ജനിച്ചു. He was awarded the Nobel Prize for Literature in 1982. 1982 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. His notable works are Love in the Time of Cholera, No One Writes to the Colonel, 100 Years of Solitude, etc. അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികൾ Love in the Time of Cholera, No One Writes to the Colonel, 100 Years of Solitude മുതലായവയാണ്. He is one of the best known Latin American writers of our time. കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തരായ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. His creative life ended on 17 April 2014 at the age of 87 in Mexico City. 2014 ഏപ്രിൽ 17 87ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ കർമ്മനിരതമായ ജീവിതം അവസാനിച്ചു. My dear friends, with that I am winding up today's class. Thank you for joining me. If you enjoy my classes, don't forget to subscribe, share and press the bell icon for more updates. Thank you and have a wonderful day.